ഈ 2026 നമ്മുടെ ഫോണുകളിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും ജനപ്രിയമായിട്ടുള്ള 5 AI ആപ്ലിക്കേഷനും അതിന്റെ പ്രത്യേകതകളുമാണ് ഇന്ന് ഞാൻ വീഡിയോ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് അവസാനം വരെയും കാണുക. ഒരുപാട് ഉപകാരപ്രദമാവുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് ക്ലൗഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഉപകാരപ്രദമായ ആപ്ലിക്കേഷൻ കേട്ടോ. വളരെ സ്വാഭാവികമായ രീതിയിൽ കാര്യങ്ങൾ എഴുതുവാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള ഒരു AI ആപ്പാണ് ക്ലൗഡ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ പുസ്തകങ്ങളോ ഫയലുകളോ ഒക്കെ ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യർ എഴുതുന്നത് പോലെ തന്നെ വളരെ ലളിതവും മനോഹരമായ ഭാഷയിലാണ് ക്ലൗഡുകൾ മറുപടി നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു AI ആപ്ലിക്കേഷനാണ് ക്ലൗഡ്. ഡൗൺലോഡ് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിന്റെയും. അടുത്ത 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു AI ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ്. ഇത് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. പഠിക്കുന്ന കുട്ടികൾക്കും ഓഫീസിലൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് ഈ ആപ്ലിക്കേഷൻ. ഈ AI ടൂളിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡോക്യുമെന്റുകൾ സംഗ്രഹിക്കാനും അതുപോലെ തന്നെ ഇമെയിലുകൾ തയ്യാറാക്കാനൊക്കെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ഈ മൈക്രോസോഫ്റ്റ് ആണ്. ഇതിൽ പൂർണ്ണമായും സൗജന്യമായി നമുക്ക് ആവശ്യമുള്ള നല്ല ഹൈ ക്വാളിറ്റി ചിത്രങ്ങൾ, ഇമേജുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ഈ AI ആപ്ലിക്കേഷൻ. ഇനി 3-ാം സ്ഥാനത്തിരിക്കുന്നത് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്ന ഈ AI ആപ്ലിക്കേഷൻ ആട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൽ സെർച്ചിന് പകരമായി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്ന ആപ്പാട്ടോ പെർപ്ലെക്സിറ്റി AI. കാരണം നമ്മൾ എന്ത് സംശയം ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യതയും വ്യക്തതയും കൂടിയായി ഇത് മറുപടി നൽകുന്നത്. മാത്രമല്ല ഇത് എവിടെ നിന്നാണ് നമുക്ക് ആ വിവരം കിട്ടിയത്, ഏത് സോഴ്സിൽ നിന്നാണ്, അതിന്റെ ലിങ്കുകൾ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ പെർപ്ലെക്സിറ്റി വഴി ലഭിക്കും. ഇത് വിശ്വസനീയമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്ന ഈ AI ആപ്ലിക്കേഷനാണ്. ഇനി 2-ാം സ്ഥാനത്തിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗൂഗിൾ ജെമിനിയാണ്. ഇത് ഗൂഗിളിന്റെ ഒരു AI അസിസ്റ്റന്റ് ആണ്. ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ മാപ്പ്, ജിമെയിൽ, യൂട്യൂബ് എന്നിവയുമായിട്ടൊക്കെ നേരിട്ടുള്ള ബന്ധമുണ്ട്. മാത്രമല്ല ജെമിനി ലൈവ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷും എല്ലാം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ ജെമിനി തരും. പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഈ ഗൂഗിൾ ജെമിനി വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT. നിങ്ങൾക്കറിയാം ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇതിന്റെ ഡൗൺലോഡിംഗ് നോക്കിയാൽ മതി, ഇതിന്റെ റേറ്റിംഗ് നോക്കിയാൽ മതി. പൊതുവായ ആവശ്യങ്ങൾക്ക് ഏറ്റവും ജനപ്രിയമായിട്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT. നല്ലൊരു AI ടൂളാണ്. നമുക്ക് ലേഖനങ്ങൾ എഴുതാനും സംശയങ്ങൾക്ക് മറുപടി നൽകാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അത് മാത്രമല്ല നമ്മൾ വോയിസ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ ചോദിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് തരുന്ന കേട്ടോ. ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നമുക്കത് ഡിസൈൻ ചെയ്ത് തരും, പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരും, വീഡിയോ എല്ലാ രീതിയിലും നമുക്ക് മികച്ചതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ജനപ്രിയമായ ആപ്ലിക്കേഷൻ ചാറ്റ് GPT തന്നെയാണ്. അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ ഈ 5 AI ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? താഴെ നിന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലൂടെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ അജ്മൽ ടോക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.